ഈ പീരിയോഡിക് ടേബിളിൽ എത്ര എലമെൻറ്റ്സ് അതിൻ്റെ അറ്റോമിക് നമ്പറിൻ്റെ ഓർഡറിൽ ഞങ്ങൾ പഠിക്കണം ടീച്ചറെ? ഞാൻ പറയും പീരിയോഡിക് ടേബിൾ മൊത്തമായിട്ട് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. കാരണം കെമിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ഓർഡറിൽ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് പീരിയോഡിക് ടേബിൾ. അത് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് ആണെന്ന് തന്നെ പറയാം. എൻ്റെ പൊന്നു ടീച്ചറെ, ഞങ്ങൾക്ക് അത്രയൊന്നും പഠിക്കാൻ പറ്റില്ല. എന്നാലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ പഠിക്കണമെന്ന് പറയാമോ? ആദ്യം തന്നെ ഗ്രൂപ്പ് എന്താ, പീരീഡ് എന്താണ്, ഗ്രൂപ്പിൻ്റെ എല്ലാം കോമൺ നെയിം എന്താണ്, അതിലെ ഫസ്റ്റ് മെമ്പർ ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. പീരിയോഡിക് ടേബിളിൽ മെറ്റൽസ് എവിടെയാണ് വരുന്നത്, നോൺ മെറ്റൽസ് എവിടെയാണ് വരുന്നത്, മെറ്റലോയിഡ്സ് എവിടെയാണ് വരുന്നത് എന്നുള്ളൊരു അറിവുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറ്റോമിക് നമ്പർ തന്നാൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് അത് ഏത് പീരീഡിലാണ് അല്ലെങ്കിൽ അത് ഏത് ഗ്രൂപ്പിലാണെന്നുള്ളത് പറയാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ ചെറിയൊരു പീരിയോഡിക് ടേബിളിൻ്റെ ഫോം തന്നിട്ട് അതിനകത്ത് കുറച്ച് എലമെൻറ്റ്സ് തന്നിട്ട് ആർക്കാണ് അയനൈസേഷൻ എൻതാൽപ്പി കൂടുതൽ, മെറ്റാലിക് ക്യാരക്ടർ കൂടുതൽ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മോർ നെഗറ്റീവ് ആർക്കാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ അറിഞ്ഞിരിക്കണം. പിന്നെ 1 to 30 വരെയുള്ള എലമെൻറ്റ്സ് എങ്കിലും അതിൻ്റെ കറക്റ്റ് അറ്റോമിക് ഓർഡറിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ചുരുക്കം പറഞ്ഞാൽ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. താങ്ക് യു.